റിപ്പോർട്ട് ബ്രേക്കിംഗ്. അയോധ്യ രാമക്ഷേത്ര സംഭാവന കൊള്ളയിൽ SIT അന്വേഷണത്തിന് സുപ്രീം കോടതിയുടെ മേൽനോട്ടം. അന്വേഷണം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും കോടതി വ്യക്തമാക്കി. അന്വേഷണത്തിൽ ഫോറൻസിക് വിദഗ്ധരെയും ഉൾപ്പെടുത്തണമെന്ന് ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചു. ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, പുതിയ നേതൃത്വത്തിലൊക്കെ അന്വേഷണമൊക്കെ നടക്കാൻ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഇതിപ്പോൾ സുപ്രീം കോടതി ഈ വിഷയത്തിൽ എന്താണ് പറയുന്നത്? സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടം വരുമ്പോൾ ഈ വിഷയത്തിന് ഗൗരവം കൂടുകയാണ്, കുറച്ചുകൂടി കൃത്യത വരുമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയുമാണ്. റോഷ്നി, ഇക്കാര്യത്തിൽ അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കവർച്ചയുമായി ബന്ധപ്പെട്ടാണ് CBI സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണം നടത്തണമെന്നതായിരുന്നു ഒരു കൂട്ടം ഹർജികളിലെ ആവശ്യം. ഇതിൽ CBIയുടെ അന്വേഷണമില്ല, പക്ഷേ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം പുരോഗമിക്കും. അത് നിലവിൽ ഇന്നലെ ഉത്തർപ്രദേശ് സർക്കാർ പുനഃസംഘടിപ്പിച്ച SITയുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക. സുപ്രീം കോടതിക്ക് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇടക്കാലയളവുകളിൽ നൽകണം എന്ന കാര്യം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശം നൽകുകയും ചെയ്തു. സുപ്രീം കോടതി SITയോട് നിർദ്ദേശം നൽകിയത് ഇങ്ങനെയാണ്: അന്വേഷണത്തിലാണ് SIT ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. കേസിൽ SITക്ക് സമഗ്ര അന്വേഷണം നടത്താം. അന്വേഷണം SIT സമയബന്ധിതമായി പൂർത്തിയാക്കണം. അന്വേഷണം സുതാര്യവും പക്ഷപാതരഹിതവുമാക്കണം. മാത്രമല്ല SITയിൽ ഫോറൻസിക് വിദഗ്ധരെയും കൂടി ഉൾപ്പെടുത്തണമെന്ന കാര്യവും കൂടി സുപ്രീം കോടതി ഉത്തർപ്രദേശ് സർക്കാരിനോട് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സംഭാവന കവർച്ചയിൽ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജികളിലാണ് സുപ്രീം കോടതിയുടെ നടപടി. ഇന്ന് ഉത്തർപ്രദേശ് സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അറിയിച്ചത് ഇന്നലെ SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു പുനഃസംഘടിപ്പിച്ചു എന്ന കാര്യം അറിയിച്ചു. അതിൽ IG-യുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടത്തുന്നതെന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അറിയിച്ചത്. ഇക്കാര്യം സുപ്രീം കോടതി അംഗീകരിച്ചു. തുടർന്നാണ് സമയബന്ധിതമായി ഇക്കാര്യത്തിലെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കൃത്യമായ കാലയളവുകളിൽ സുപ്രീം കോടതിക്ക് നൽകണം എന്ന നിർദ്ദേശം സുപ്രീം കോടതി നൽകുന്നത്. ശരി, ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.